നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന വിവാദം തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയെ പരിചിതമാക്കിയിരിക്കുകയാണ് മലയാളികൾക്ക്. കേരളത്തിന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ കേസ് അതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു സംഭവം കൂടി. അതായത് വിവാദങ്ങൾക്കിടെ മുട്ടടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് വൈഷ്ണ സുരേഷ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ വന്ന സാഹചര്യത്തിൽ പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് വൈഷ്ണ സുരേഷ്. വൈഷ്ണ സുരേഷിന് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞെത്തിയിരിക്കുകയാണ് അജയ്കുമാർ എന്ന വ്യക്തി. അത് ആരാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും കൗതുകമുണ്ട്. NDA സ്ഥാനാർത്ഥിയാണ് അജയ്കുമാർ. അദ്ദേഹമാണ് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞെത്തിയിരിക്കുന്നത്. ഈ കുട്ടിക്ക് വന്ന വിഷമം അതിന് അനുകൂലമായിട്ടുണ്ടെന്നും ദൈവമുണ്ടെന്നുമായിരുന്നു NDA സ്ഥാനാർത്ഥി അജയ്കുമാറിന്റെ പ്രതികരണം. ഞാൻ എതിർത്ത് തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ അജയ്കുമാറിന്റെ കാലിൽ തൊട്ട് വൈഷ്ണ അനുഗ്രഹം വാങ്ങി. NDAയിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായാണ് അജയ്കുമാർ മത്സരിക്കുന്നത്. താൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഓൾ ദ ബെസ്റ്റ്, ഏതായാലും നന്നായി വരട്ടെ എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന വൈഷ്ണയ്ക്ക് അരികിലേക്ക് എത്തി അജയ്കുമാർ പറഞ്ഞത്. അജയ്കുമാറിനോട് വൈഷ്ണ തിരിച്ചും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. അതായത് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണമാണ് സാക്ഷിയായത്. ഇന്നലെ വേറൊരു സ്ഥാനാർത്ഥിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, എല്ലാവർക്കും ജയിക്കാൻ ഒക്കില്ലല്ലോ, ഈ കുട്ടിക്ക് വന്ന വിഷമം അതിന് അനുകൂലമായിട്ടുണ്ട്, ദൈവമുണ്ട്, ഞാൻ എതിർത്ത് തന്നെ മത്സരിക്കുമെന്നായിരുന്നു അജയ്കുമാറിന്റെ പ്രതികരണം. എന്തായാലും ഇത് വിവാദമാകുമോ, വിമർശനങ്ങൾ ഉണ്ടാകുമോ, ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ഈ മാസം 20-നുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നടപടിയെ വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്നും വ്യക്തമാക്കി. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു. ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ അപ്പീൽ പരിഗണിക്കാനും ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. സാങ്കേതികത്വത്തിന്റെ പേരിൽ 24 വയസ്സുള്ള കുട്ടിയെ മത്സരിപ്പിക്കാതെ ഇരിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ കക്ഷി ചേർക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യമുന്നയിച്ചു. എന്നാൽ കോർപ്പറേഷൻ ഇതിൽ എന്താണ് കാര്യമെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. കോർപ്പറേഷൻ അനാവശ്യമായി ഇടപെടരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹർജിക്കാരെയും പരാതിക്കാരനും ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഹാജരാകണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇടക്കാല പുറപ്പെടുവിച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. അതേസമയം അന്തിമ വോട്ടർ പട്ടികയിലും സപ്ലിമെന്ററി പട്ടികയിലും വൈഷ്ണയുടെ പേരില്ല. തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റായ വൈഷ്ണ. പേര് ഒഴിവാക്കിയതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവും തുലാസിലാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തപ്പോൾ അപേക്ഷിച്ച വീട്ടു നമ്പർ തെറ്റായി നൽകിയതാണ് വൈഷ്ണയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയത്. ഇതിനെതിരെ വൈഷ്ണ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി പരിഗണിച്ച് തീരുമാനമെടുക്കാനായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായ വൈഷ്ണ കഴിഞ്ഞ ദിവസം കളക്ടറിൽ അപ്പീൽ നൽകിയിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ പേരില്ലാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് കോൺഗ്രസും വാദമുയർത്തിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർഡിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ. പക്ഷേ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങൾ, സംഭവങ്ങൾ തന്നെ മാനസികമായി തളർത്തിയെന്ന ഒരു പ്രതികരണം നേരത്തെ വൈഷ്ണ നടത്തിയിരുന്നു. നിലവിൽ പ്രചാരണം നിർത്തിവെക്കുകയും പക്ഷേ ഈ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടെ പ്രചാരണം വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ്. മത്സരിക്കാൻ വേണ്ടി താൻ ജോലി രാജിവെച്ചിരുന്നു. നിയമപരമായി മുന്നോട്ട് പോകാമെന്നാണ് നേതൃത്വം പറയുന്നത്. രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണത്. മാനസികമായി തളർന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പ്രചരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചു. പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വൈഷ്ണ പ്രതികരിച്ചിരുന്നു. CPM നൽകിയ പരാതി ശരിവെച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത്. അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് അതായത് വൈഷ്ണ സുരേഷിന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. വൈഷ്ണ സുരേഷ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു CPM പരാതി നൽകിയത്. വൈഷ്ണ നൽകിയ മേൽവിലാസത്തിൽ പ്രശ്നമുണ്ടെന്നാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം. കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൗൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയും. അതേസമയം നടപടിക്കെതിരെ വൈഷ്ണയ്ക്ക് അപ്പീൽ നൽകാൻ സാഹചര്യമുണ്ടായിരുന്നു. അപ്പീൽ നൽകുകയുണ്ടായി. എന്തായാലും ഹൈക്കോടതി ഒരു അനുകൂല ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. തീരുമാനമൊക്കെ എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് വൈഷ്ണ സുരേഷ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വൈഷ്ണ സുരേഷ് അപ്പീൽ നൽകിയത്. വൈഷ്ണയും അഭിഭാഷകനും വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുമുള്ള JS അഖിലും
രാവിലെ 10 മണിയോടെ കളക്ടറേറ്റിലെത്തി 1.5 മണിക്കൂർ കാത്തിരുന്നിട്ടും കളക്ടറെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് തിരക്കായതിനാൽ കാണാൻ കഴിയില്ല എന്ന മറുപടിയായിരുന്നു കിട്ടിയത്. ഒടുവിൽ 11:30യോടെ ADM ഇവരുടെ പക്കൽ നിന്ന് അപ്പീൽ വാങ്ങി രസീത് നൽകി. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കളക്ടർ മനഃപൂർവ്വം കാണാതിരുന്നതാണ് എന്ന ആരോപണം JS അഖിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 29 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറങ്ങിയ കരട് വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നുവെന്ന് വൈഷ്ണയുടെ അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് 3-ാം വാർഡിലായിരുന്നു സുധാ ഭവൻ എന്ന വീട്. ഇപ്പോൾ വാർഡ് 27 മാറിയെങ്കിലും അതേ വിലാസത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ താൻ ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്ന് കാട്ടി നവംബർ 4-ന് CPM ബ്രാഞ്ച് സെക്രട്ടറി രജിസ്ട്രേഷൻ ഓഫീസർക്ക് പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയത് നിയമവിരുദ്ധമായിട്ടായിരുന്നു. 2025 ഓഗസ്റ്റിൽ കിട്ടിയ പാസ്പോർട്ടിലും ഒരേ വിലാസമാണ്. എന്നാൽ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയത് സെപ്റ്റംബർ 29-നായിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയത്. ഈ സാഹചര്യത്തിൽ അപ്പീൽ പരിഗണിച്ച് പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും വൈഷ്ണ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതിലുള്ള പരാതികളിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കളക്ടറാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും തീരുമാനം എന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.